അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇതിനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു കരിക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് അരിപ്പയിൽ വെച്ച് ഇതുപോലൊന്ന് കരിക്കിൻ്റെ വെള്ളം അരിച്ചിട്ട് എടുക്കുക. അത്യാവശ്യം ഒരു വലിയ കരിക്കാണ് എടുത്തിട്ടുള്ളത്. വെള്ളം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അളന്ന് നോക്കാം എത്ര കപ്പ് വെള്ളം ഉണ്ടെന്നുള്ളത്. ഇനി ഈ കരിക്ക് നമുക്ക് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കാം. അപ്പൊ ഇതുപോലെ രണ്ടായിട്ട് മുറിച്ചെടുത്തു. ഇതുപോലത്തെ ഒരു കോക്കനട്ട് സ്ക്രാപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് നൂല് പോലെ നമുക്ക് ഈ കരിക്ക് കിട്ടും. ഇതുപോലെ നൂല് പോലെ നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ നീളത്തിൽ എടുത്തിട്ടുണ്ട് കരിക്ക്. ഒരുപാട് കട്ടിയുള്ള കരിക്ക് എടുക്കരുത്, ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ള കരിക്ക് എടുക്കാം. അപ്പൊ അടുത്തതും ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പൊ ഒരു കരിക്ക് ഫുള്ളായിട്ട് ഇതുപോലെ നീളത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലത്തെ ടെൻഡർ കോക്കനട്ട് സ്ക്രാപ്പർ നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. വലിയ വിലയൊന്നും ആവില്ല. അതുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതുപോലെ സ്കൂപ്പ് ചെയ്ത് എടുക്കുമ്പോൾ നീളത്തിൽ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ കത്തി കൊണ്ടോ ഫോർക്ക് കൊണ്ടോ ഒന്ന് വരഞ്ഞെടുക്കുന്ന സമയത്ത് നീളത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി നമ്മളെടുത്ത കരിക്കിന്റെ വെള്ളം അളന്ന് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിൽ അളന്നിട്ട് എടുക്കുക. എത്ര കപ്പുണ്ടോ അതിനനുസരിച്ച് വേണം ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇപ്പോ 4 കപ്പ് ഫുള്ളായിട്ടാണ് കരിക്കിന്റെ വെള്ളം കിട്ടിയിട്ടുള്ളത്. 2 കപ്പ് കരിക്കിന്റെ വെള്ളം ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാരയും ജലാറ്റിനും ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. കരിക്കിൻ വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ഇതിലേക്ക് കരിക്കിന്റെ വെള്ളത്തിന് നല്ല മധുരമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയൊക്കെ മതിയാവും. നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ജലാറ്റിനാണ്. ഞാൻ വെജിന്റെ ജലാറ്റിനാണ് എടുത്തിട്ടുള്ളത്. ജലാറ്റിൻ ഇല്ലാന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസിന്റെ സ്റ്റിക്ക് ചേർത്ത് കൊടുത്താലും മതി. സ്റ്റിക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. എന്നിട്ട് വേണം ഈ കരിക്കിന്റെ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ ജലാറ്റിനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാരയും ജലാറ്റിനും വെള്ളമായിട്ട് കരിക്കിന്റെ വെള്ളമായിട്ട് ഒന്ന് മിക്സായി കിട്ടണം. അപ്പൊ ഈ ഒരു സമയം മധുരം കറക്റ്റ് ആണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് അത്യാവശ്യം മധുരമുണ്ട്. നല്ല മധുരമുള്ള കരിക്കിന്റെ വെള്ളം ആയതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-2 ഏലക്ക തല്ലി ചതച്ച് ചേർത്ത് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. ആ കരിക്കിൻ വെള്ളത്തിൻ്റെ ആ തനതായ രുചി കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്നും ചേർക്കാതെ റെഡിയാക്കി എടുക്കുകയാണ് വേണ്ടത്. ഒന്ന് തിളച്ച് വരണം. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പരിപാടി കഴിയും. ഒരു താമസവും ഇല്ല. ഇത് കുറുക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് തിളച്ച് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിലേക്ക് ഈ ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. ചെറിയ എന്തെങ്കിലും പൊടികളോ കഷ്ണങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് ഒഴിക്കുക. ഞാനിപ്പോൾ അരിക്കുന്നൊന്നുമില്ല, അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ കരിക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നീളത്തിൽ എടുത്ത് വെച്ചിട്ടില്ലേ, അതുപോലെ ഇങ്ങനെ അങ്ങ് ആ ചൂട് ഇതിൽ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുക. എല്ലാം പെട്ടെന്ന് ചെയ്യുക, അല്ലെങ്കിൽ സെറ്റായി പോവും. എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇത് നല്ല ചൂടാണ്. അതിൻ്റെ ചൂട് മാറിയിട്ട് നമുക്ക് നല്ലോണം ഒന്ന് തണുപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ കുറച്ച് സമയം വെക്കാവുന്നതാണ്. ചൂടൊക്കെ മാറി ഒന്ന് സെറ്റായി വരട്ടെ. ചൂട് മാറിയപ്പോൾ അത് നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെക്കാം. ഫ്രീസറിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം വെച്ചാൽ മതിയാവും. ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സമയം എടുക്കും. നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് നല്ല ഉന്മേഷവും ഊർജവും ക്ഷീണമൊക്കെ മാറ്റി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരിക്ക് വെച്ചിട്ടുള്ള ഒരു ഷേക്കിന്റെ റെസിപ്പി
എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് ഒരു കരിക്കാണ് സ്കൂപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ജാറിലേക്ക് ഇടാം. അപ്പോൾ ഈ ഒരു കരിക്കിൻ്റെ വെള്ളം ഒരു 2 കപ്പാണ് കിട്ടിയിട്ടുള്ളത്. ആദ്യം നമ്മളെടുത്ത കരിക്കിൽ 4 കപ്പ് വെള്ളം ഉണ്ടായിരുന്നു. ഈ ഒരു കരിക്കിൽ 2 കപ്പ് വെള്ളമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര, ഞാനിതിലേക്ക് കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുള്ളൂ. നിങ്ങളുടെ അളവിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു 2-3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പാൽപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അത് അടിച്ചെടുത്തു. കരിക്കെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കരിക്കെടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 ലിറ്റർ നല്ല തണുത്ത കട്ടിയുള്ള പാലാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്കാണ്. എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക ചേർത്ത് കൊടുക്കാം. ഞാൻ ഏലക്കയോ ഏലക്ക പൊടിയോ ചേർക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ആ കരിക്കിൻ്റെ ആ തനതായ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്ലേവർ ഒന്നും ചേർക്കാതെ എടുക്കുന്നതായിരിക്കും നല്ലത്. വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. വെച്ചത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പോൾ അത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് സ്കൂപ്പ് ചെയ്ത കരിക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതി നമ്മുടെ ക്ഷീണമൊക്കെ മാറി നല്ല ഉന്മേഷം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു നോമ്പ് സമയത്ത് നമ്മുടെ ക്ഷീണമൊക്കെ മാറി വയറ് നിറയാൻ വേണ്ടിയിട്ട് നല്ല ഊർജ്ജം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് ഷേക്ക് കുടിച്ച് നോക്കുക. വേറെ എല്ലാത്തിൻ്റെ മുമ്പിൽ ഇത് തോറ്റുപോകും. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു നോമ്പ് സമയത്ത് കരിക്ക് വെച്ചിട്ടുള്ള ഈ ഒരു ഷേക്ക് തയ്യാറാക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ നമുക്കിനി അടുത്തത് പുഡിംഗ് സെറ്റായെന്ന് നോക്കാം. ഇപ്പോൾ അതായത് തണുപ്പിച്ച് സെറ്റായി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ ഒരു 1/2 മണിക്കൂർ സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഫ്രീസറിലാണെന്നുണ്ടെങ്കിൽ 10-15 മിനിറ്റ് ഒക്കെ മതിയാവും. ഇനി ഇതിന്റെ സൈഡൊക്കെ ഒന്ന് വിടിച്ചു കൊടുക്കാം. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് മെല്ലെ ഒന്ന് തുറന്ന് നോക്കാം. ഇതിന്റെ മുകൾ ഭാഗം വരത്തക്ക രീതിയിൽ വീണ്ടും ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിന്റെ നടുഭാഗത്ത് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു പുതിനയിലയും കൂടി വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നല്ല ജെല്ലി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ടേസ്റ്റ് ആണെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. ഒരു വശവും കൂടി കട്ട് ചെയ്യാം. ഇനി നമുക്ക് കട്ട് ചെയ്ത പീസ് അങ്ങ് എടുക്കാം. കണ്ടില്ലേ, ഇത് ജെല്ലി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതുപോലെ കരിക്ക് വെച്ചിട്ടുള്ള ഈ ഒരു പുഡിംഗ് റെഡിയാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്